നമസ്തേ മമ പ്രിയ ഛാത്രാഹ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങൾ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയായില്ലേ, സംസ്കൃതം പരീക്ഷ. അപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പുമായിട്ടാണ് വന്നത്. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാല്ലേ എങ്ങനെയാണ് എന്ന്. വിനാ ശബ്ദയോഗേ ദ്വിതീയ തൃതീയ പഞ്ചമി വിഭക്തികൾ ഉപയോഗിക്കുമെന്ന് പറയുന്നു. പക്ഷേ നമ്മളിവിടെ വിനാ ശബ്ദയോഗത്തില് ഇവിടെ നമ്മൾക്ക് ഏതാണ്, തൃതീയ വിഭക്തിയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ തൃതീയ വിഭക്തിയാണ് നിങ്ങൾ ഈ ഒരു വർഷം നിങ്ങൾ പരീക്ഷയിൽ എഴുതേണ്ടത്. വിനാ ശബ്ദത്തിന് കൂടെ തൃതീയ വിഭക്തിയാണ് നമ്മൾ നമ്മുടെ പാഠഭാഗത്ത് പഠിക്കേണ്ടത്. ഓക്കെ, വിനാ തൃതീയ വിഭക്തി, വിന എന്ന വാക്കിനോടൊപ്പം നമ്മൾ തൃതീയ വിഭക്തിയാണ് വരുന്നത്. നോക്കാം എങ്ങനെയാണ് എന്നല്ലേ. ഓക്കെ, ഇവിടെ ജലസ്യ വിന സ്നാതുന്ന ശക്യത എന്നാണ് കേട്ടോ. ശക്യത എന്നാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പം ജലസ്യ എന്നുള്ളത് എന്തായിട്ട് മാറും, ജലേന വിന എന്നാണ് അല്ലെ. ജലേന വിന സ്നാതും ന ശക്യത എന്നാണ്. ജലസ്യ വിന എന്നുള്ളത് ജലേന വിന എന്നായിട്ട് മാറും അല്ലെ. പുസ്തകസ്യ വിന എന്നുള്ളത് എന്തായിട്ട് മാറും, പുസ്തകേന എന്നായിട്ട് മാറും. പുസ്തകേന വിന, പുസ്തകേന വിന പഠിതും യതതേ, പഠിതും യതതേ എന്നാണ് കേട്ടോ. ഇനി അടുത്തത് വാഹനസ്യ, അതായത് പുസ്തകമില്ലാതെ അല്ലെ. പുസ്തകേന വിന പഠിതും യതതേ, പുസ്തകമില്ലാതെ എന്ന വിന എന്ന അർത്ഥം. വിന എന്ന വാക്കിന് എന്താണ് അർത്ഥം, ഇല്ലാതെ എന്നാണ് അർത്ഥം. ഇല്ലാതെ എന്നാണ് അർത്ഥം. പുസ്തകസ്യ വിന, പുസ്തകമില്ലാതെ എന്നാണ്. പുസ്തകമില്ലാതെ പഠിക്കുവാൻ പ്രയത്നിക്കുന്നു എന്നാണ് അല്ലെ. വാഹനസ്യ വിന, വാഹനമില്ലാതെ എന്നാണ് അല്ലെ. വാഹനമില്ലാതെ എന്നാക്കണം. വാഹനേന വിന എന്നാക്കണം അല്ലെ. വാഹനസ്യ എന്നുള്ളത് വാഹനേന, വാഹനേന വിന സഞ്ചരിതും പ്രേരയതി, സഞ്ചരിക്കുവാൻ പ്രയത്നിക്കുന്നു എന്നാണ് അല്ലെ. നമ്മുടെ വാഹനേന വിന, വാഹനമില്ലാതെ സഞ്ചരിക്കാൻ പ്രയത്നിക്കുന്നു എന്നാണ് കേട്ടോ. വാഹനേന വിന സഞ്ചരിതും പ്രേരയതി. ഉപനേത്രസ്യ വിന എന്നുള്ളത് എങ്ങനെയാണ്, ഉപനേത്രേണ വിന എന്നാണ് അല്ലെ. ഉപനേത്രസ്യ എന്നുള്ളത് ഉപനേത്രേണ വിന വാചയതി, ഉപനേത്രേണ വിന വാചയതി അല്ലെ. അപ്പോ ആഹാരസ്യ വിന എന്നുള്ളത് എങ്ങനെയാവും, ആഹാരേണ വിന, ഉപനേത്രമില്ലാതെ വായിക്കുന്നു എന്നാണ് അല്ലെ. ആഹാരസ്യ വിന എന്നുള്ളത് ആഹാരേണ വിന അല്ലെ. സോറി, ആഹാരേണ വിന, ആഹാരമില്ലാതെ, വിന എന്നാണ്. വിന ജീവിതും ന ശക്യത, ജീവിക്കുവാൻ, ന ശക്യത സാധിക്കുകയില്ല, ന ശക്യത എന്നാണ് അല്ലെ, സാധിക്കുകയില്ല എന്നാണ്. തൂലികായാഹ വിന എന്നുള്ളത് എന്താവും, തൂലികയാ വിന, തൂലികയില്ലാതെ എന്നാണ് അല്ലെ. തൂലികയാ, തൂലിക, തൂലികയാ എന്നാവും അല്ലെ. തൂലികയാ വിന ലേഖിതും ന ശക്യതേ എന്നാണ് അല്ലെ. ശക്യതേ, ലേഖിതും ന ശക്യതേ, അതുപോലെ തന്നെ നമ്മൾ എഴുതണം. ഓക്കെ, തൂലികയാ വിന എന്നാണ് അല്ലെ. തൂലികയ എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ലേ, ഇവിടെ എഴുതാം കേട്ടോ. തൂലിക എന്നുള്ളത് തൂലികയാ എന്നാണ് കേട്ടോ. തൂലികയാ എന്നാണ്, തൂലികയാ എന്നാക്കിയിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ജലസ്യ വിന സ്നാതുന്ന ശക്യത എന്നുള്ളത് ജലേന വിന സ്നാതുന്ന ശക്യത എന്നായി അല്ലെ. പുസ്തകസ്യ വിന പഠിതും യതതേ എന്നുള്ളത് പുസ്തകേന വിന പഠിതും യതതേ എന്നായിട്ട് മാറി. വാഹനസ്യ വിന സഞ്ചരിതും പ്രേരയതി എന്നുള്ളത് എങ്ങനെയാണ്, വാഹനേന വിന സഞ്ചരിതും പ്രേരയതി എന്നാണ് അല്ലെ. ഉപനേത്രസ്യ വിന വാചയതി, ഇങ്ങനെ വരും, ഉപനേത്രേ വിന വാചയതി. ആഹാരസ്യ വിന ജീവിതും ന ശക്യത എന്നുള്ളത് ആഹാരേണ വിന ജീവിതും ന ശക്യത എന്നാവും അല്ലെ. തൂലികായാഹ വിന ലേഖിതും ന ശക്യത എന്നുള്ളത് തൂലികയാ വിന ലേഖിതും ന ശക്യത എന്നാണ് അല്ലെ. ഇവിടെ നിങ്ങൾ തൂലികായാഹ എന്ന് കണ്ടു അല്ലെ. അപ്പൊ തൂലികയാ എന്നായില്ലേ. എന്താണ് അതിൽ ഒരു വ്യത്യാസം നിങ്ങൾ കാണുന്നത്, അത് ഒരു സ്ത്രീലിംഗമായത് കൊണ്ടാണ്. രമായാഹ എന്നുള്ളത് എന്താവും, രമയാ, രമയാ എന്നാവും അല്ലെ.
ഓക്കെ, സ്ത്രീയാണ്, അതുകൊണ്ടാണ് രമയ. സീത എന്നുള്ളത് എന്താവും? സീതയാ വിന എന്നാവും അല്ലെ. അതുപോലെ കല എന്ന പെൺകുട്ടി, അപ്പം കലയാ വിന ന ഗച്ഛാമി, കലയില്ലാതെ ഞാൻ പോകില്ല എന്നാണ് അല്ലെ. കല എന്നുള്ളത് കലയ എന്നാവും, രമ എന്നുള്ളത് രമയ എന്നാവും. പുല്ലിംഗവും നപുംസകവും ഒരുപോലെ. പുസ്തകസ്യ എന്നുള്ളത് പുസ്തകേന വിന, വാഹനസ്യ വാഹനേന വിന, അങ്ങനെ ആയിട്ട് മാറും. ഓക്കെ, അപ്പോ ഇത്രയാണ് ഈ ഒരു ഇതില് പറയാനുള്ളത്. അപ്പം ഇത് ഏതാണ് വിഭക്തി? തൃതീയ വിഭക്തി എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും എഴുതണം. വിനായോഗേ തൃതീയ വിഭക്തി. വിന എന്ന വാക്കിനോടൊപ്പം ഏത് വിഭക്തിയാണ് വരുന്നത്? തൃതീയ വിഭക്തി. എത്ര വിഭക്തികളുണ്ട് നമുക്ക്? 7 വിഭക്തികളാണുള്ളത് അല്ലെ. 7 വിഭക്തിയില് മൂന്നാമത്തെ വിഭക്തിയാണ് തൃതീയ വിഭക്തി എന്ന് ഓർക്കുക. വിന എന്ന് പറഞ്ഞാല് അർത്ഥം എന്താണ്? ഇല്ലാതെ. രാമൻ ഇല്ലാതെ സീത പോവില്ല. രാമേണ വിനാ സീത ന ഗച്ഛതി അല്ലെ. അതുപോലെ ബിരിയാണി വിനാ അല്ലെ, ബിരിയാണി ഇല്ലാതെ എന്നൊക്കെ നമ്മൾ പറയൂല്ലേ. അതുപോലെയാണ് എന്താണ്? സീതയാ വിന രാമഃ ന ഗച്ഛതി, രാമേണ വിന സീതാ ന ഗച്ഛതി എന്നൊക്കെ നമ്മൾ പറയൂല്ലേ. അപ്പം വിന എന്ന് പറഞ്ഞാൽ ഇല്ലാതെ എന്നാണ് അർത്ഥം. ഇത് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, തീർച്ചയായിട്ടും എഴുതണം. ഇത് തൃതീയ വിഭക്തിയാണ് എന്നുള്ളതും ചോദിക്കാം. ഇങ്ങനെയായിരിക്കും ചിലപ്പം ക്വസ്റ്റ്യൻ വരുന്നത്. വിനായോഗേ കാ വിഭക്തി എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വിഭക്തികളുടെ പേരൊക്കെ എഴുതാം, ദ്വിതീയ, തൃതീയ, പഞ്ചമി എന്നൊക്കെ എഴുതാം, ശരിയാണ്. പക്ഷെ നിങ്ങളുടെ പാഠഭാഗത്ത് തൃതീയ വിഭക്തിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ തൃതീയ എന്ന് വേണം എഴുതാൻ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് പരീക്ഷയ്ക്ക് എഴുതുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ധന്യവാദ.